നമസ്കാരം. ഉത്രാടം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് അമിത പ്രതീക്ഷയില്ലാതെ മാന്യമായ രീതിയിൽ, അതായത് സാധാരണ രീതിയിൽ പ്രതീക്ഷകളെല്ലാം വച്ച് മുന്നോട്ട് പോയാൽ എല്ലാം പൂർണ്ണമായും വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു എന്ന് കരുതി അതെല്ലാം നടക്കണമെന്നില്ല. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഒരു ഗുണവും ദോഷവും ഒരുപോലെ വരുന്ന സമയമാണ്. അതാണ് പറഞ്ഞത്, ഒരുപാട് സ്വപ്നം കണ്ടാൽ അതിലൊരുപാട് നിരാശയും വന്നു ചേരും. മാന്യമായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിലൊരുപാട് സന്തോഷവും മനസ്സിനുണ്ടാകും. എന്നാൽ സ്വപ്നജീവിയാകാൻ സാധ്യത വളരെ കൂടുതലായുള്ള സമയമാണ്. അതാണ് പറഞ്ഞത്, സ്വപ്നം കാണുന്നത് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം സ്വപ്നം തന്നെയാണ്. ഈ ഒരു വർഷക്കാലഘട്ടം സ്വപ്നങ്ങളെല്ലാം കുറച്ച് ആവശ്യത്തിന് മാത്രം സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദുഃഖങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായി തടസ്സങ്ങൾ വരും എന്നുണ്ടെങ്കിലും അന്തിമഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നെ പൂർണ്ണ വിജയമുണ്ടാകും. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്ന് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുകയോ പിന്മാറുകയോ ചെയ്യാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, പരീക്ഷകൾ, ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് തടസ്സം വന്നതിന് ശേഷം മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ. ആ വിജയത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുക, കാത്തിരിക്കുക. വിജയം അവസാനം നിങ്ങൾക്ക് തന്നെ ഉറപ്പായും ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം സാമ്പത്തിക നേട്ടമുണ്ടാകും, വിജയങ്ങളുണ്ടാകും, വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, തൊഴിൽ ലാഭങ്ങളുണ്ടാകും, തൊഴിൽ ഉന്നതി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് ഇതൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭദ്രകാളി ദേവിയോ ദുർഗാദേവിയോ ചാമുണ്ടീശ്വരി, അതായത് രൗദ്രദേവതകളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇങ്ങനെ പൂജയും പ്രാർത്ഥനയുമായി നടന്ന് നമുക്ക് ഈ ഒരു വർഷത്തിൽ ഈ പറഞ്ഞ ഒരു ഫലവും ജീവിതത്തിൽ വരുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ജീവിതത്തിൽ വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ജ്യോതിഷത്തിൽ, അതായത് നിങ്ങളുടെ ജാതക സംബന്ധമായ വിഷയങ്ങൾ ജ്യോതിഷത്തിലൂടെ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.